നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പലയിടത്തും മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നിപ്പോൾ 6 ജില്ലകളിൽ 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ പലയിടങ്ങളിലും ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഈ പ്രഭാതത്തിൽ പുറത്തു വരികയാണ്. അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുകയും മഴ ഇങ്ങനെ ശക്തമായി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് സുരക്ഷിതരായിരിക്കാൻ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വീടുകളിൽ നിന്നൊക്കെ മാറി താമസിക്കാൻ നിർദ്ദേശമുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി തന്നെ പാലിക്കണം. എന്തായാലും സുരക്ഷിതരായിരിക്കുക. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനം തന്നെയാണ് ഇന്ന് ആരംഭിക്കുന്നത്. എല്ലാ വാർത്തകളിലേക്കും വരാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. 6 ജില്ലകളിൽ റെഡ് അലർട്ട്, 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും ഉരുൾപൊട്ടൽ. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിച്ചിൽ. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്, മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കാലവർഷം ശക്തമായിട്ടും ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നില്ല. വൃഷ്ടിപ്രദേശത്ത് മഴ കിട്ടിയില്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും. ആലപ്പുഴയിൽ നെൽകർഷകർക്ക് കണ്ണീർ ഓണമാകുമോ എന്ന ആശങ്ക. രണ്ടാം കൃഷിയുടെ വളപ്രയോഗത്തിനും പമ്പിംഗ് ലേലത്തിനും സമയമായിട്ടും കഴിഞ്ഞ സീസണിലെ നെല്ലിന്റെ വില കിട്ടാക്കടം. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ സംഭരണ തുകയായ 476.5 കോടിയിൽ സർക്കാർ അനുവദിച്ചത് 104 കോടി മാത്രം. പച്ചക്കറി വിപണിയിലും 1.5 ആഴ്ചക്കിടെ ഇരട്ടിയോളം വില വർധനവ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കൗൺസിലർ R. സുഗതന് അവധി നൽകിയ നടപടിയിൽ നിയമ നടപടിക്കൊരുങ്ങി പ്രതിപക്ഷം. അസാധാരണ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ LDFും UDFും. UDFിനെ പ്രതിസന്ധിയിലാക്കിയ കത്ത് വിവാദമായതോടെ അണ്ടർ സെക്രട്ടറി കർശന നടപടിക്കെന്ന് സൂചന. ആസൂത്രണ ബോർഡിലെ നിയമന ക്രമക്കേടിൽ PSC ചെയർമാനിലേക്ക് അന്വേഷണം. CPM അനുകൂല സർവീസ് സംഘടനാ നേതാവിന് ചട്ടങ്ങൾ മറികടന്ന് മാർക്ക് നൽകിയതിൽ ചെയർമാൻ MR ബൈജു ഉൾപ്പെടുന്ന 3-അംഗ സമിതിക്ക് പങ്കെന്ന് ക്രൈംബ്രാഞ്ച്. പരീക്ഷാരേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിക്കായി PSCയെ സമീപിക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ സമരത്തിനിടെ തനിക്കും അമ്മയ്ക്കുമെതിരെ അധിക്ഷേപപരമായ ഭാഷാ പ്രയോഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഴിതെറ്റി ഇത്തരം കുട്ടികളോട് ക്ഷമിക്കുന്നുവെന്നും നിയമ നടപടികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പ്രശ്നപരിഹാരമല്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രധാനമന്ത്രി. ഇത്തരം വാക്കുകളും പെരുമാറ്റവും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും മോദി. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയ്ക്ക് ഇരട്ട നേട്ടം. നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മത്സരങ്ങൾ. സംസ്ഥാനത്ത് പലയിടത്തും ഇങ്ങനെ മഴ ശക്തമാകുന്നൊരു സാഹചര്യമാണ്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടത്തും വ്യാപക നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി നൽകിയിരിക്കുന്നത്. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട്. ആദ്യം എബിയിലേക്കാണ്. എബി, സംസ്ഥാനത്ത് പലയിടത്തും ഇങ്ങനെ മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശം? ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്ത് ആകെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്? എന്താണ് പൊതുവെ നൽകിയിരിക്കുന്ന നിർദ്ദേശം? അശ്വതി, സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിൽ ശക്തമായ രീതിയിലുള്ള മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ആരംഭിച്ച അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആരംഭിച്ച മഴ ഇപ്പോഴും തലസ്ഥാന നഗരിയിൽ തന്നെ തുടരുന്ന സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ 7 മണി വരെയുള്ള സമയത്തേക്ക് 6 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ആ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷം 3 മണിക്കൂർ സമയത്തേക്കാണ് അലേർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് കേരളത്തിലെ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഈ നിലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണ് എന്നുള്ള കാര്യം കൂടി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള കാറ്റുൾപ്പെടെ വീശാനുള്ള സാധ്യതയും കണക്കാക്കുന്നു. 50 മുതൽ 60 കിലോമീറ്റർ വരെ
വളരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയും കണക്കാക്കുന്നു. പല സ്ഥലങ്ങളിലും ഇതിന് സമാനമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിലാണ് പ്രധാനമായും ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് അങ്കണവാടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള കെടുതികളൊക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. പത്തനംതിട്ട മുതൽ ഇടുക്കി അതിർത്തി വരെയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ലാഹയിൽ 302 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇതിനായി പ്രത്യേകമായി സജേത ആപ്പുണ്ട്. ആ ആപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മീനച്ചിലാറിൽ വലിയ രീതിയിലുള്ള വെള്ളം ഉയരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അത് 3 മണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളം ഇറങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. ഒപ്പം തെക്കൻ ജില്ലകളിലെ മഴയ്ക്കും ശമനം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള അറിയിപ്പ് കൂടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ വിവിധ ഡാമുകളിൽ ഇന്നലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഡാമുകളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ള കാര്യം. അത് നെയ്യാർ ഡാമിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ആ ഷട്ടർ ഉയർത്തുന്ന നടപടിയിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ 4 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്താനുള്ള നടപടികളിലേക്കും കടക്കുകയാണ്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അശ്വതി, ശരി. എന്തായാലും സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും മറ്റ് ഇടങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. രേഷ്മ ഉണ്ട് കോഴിക്കോട് നിന്ന്. രേഷ്മ, കോഴിക്കോട് നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? അതിശക്തമായ മഴയാണോ ജില്ലയിൽ ലഭിക്കുന്നത്? രേഷ്മയിലേക്ക് വരാം. അതിനു മുൻപ് ഇടുക്കിയിലേക്ക് പോകണം. ഇടുക്കിയിൽ നിന്ന് MC ബോബൻ ചേരുന്നുണ്ട്. ബോബൻ, ഇടുക്കിയിലെ ഒരു സാഹചര്യം നിലവിൽ എങ്ങനെയാണ്? അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെയാകും നിലവിലെ സ്ഥിതി? മലയോര പ്രദേശങ്ങളിലൊക്കെ ആശങ്കയുണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ ആളുകളേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമാണോ? അശ്വതി, ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ കനത്ത മഴയ്ക്ക് ഇപ്പോഴാണ് അല്പം ശമനം ഉണ്ടായിരിക്കുന്നത്. വ്യാപകമായ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടായത്. ഇത്തവണ ഏറ്റവും വലിയ പ്രത്യേകത ഹൈറേഞ്ച് ലോ റേഞ്ച് മേഖലകളിൽ ഒരുപോലെ കനത്ത മഴ പെയ്തു എന്നുള്ളതാണ്. തൊടുപുഴ മേഖലയിൽ, കുടയത്തൂർ തൊടുപുഴ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടൂർ മലയിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിച്ച് വീഴുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. വീട്ടമ്മയായ സുമതി എന്നയാളെയാണ് കാണാതായത്. അല്പം മുമ്പ് ഇവരുടെ മൃതദേഹം ലഭിച്ചു എന്ന ഒരു റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടിമാലി മൂന്നാർ മേഖലയിലും വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ദേവിയാർ കോളനിയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാർ മേഖലയിലും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഉപ്പുതറ, ചപ്പാത്ത തുടങ്ങിയ മേഖലകളിലും പെരിയാർ കരകവിഞ്ഞൊഴുകി വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. ഉപ്പുതറ മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ട പോലീസ് സംഘവും അപകടത്തിൽപ്പെട്ടു. ഇവിടെ പോലീസ് ജീപ്പ് മണ്ണിനടിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസുകാർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. മറ്റു മേഖലകളിലും കനത്ത മഴ തന്നെയാണ് പല മേഖലകളിലും രാത്രി പെയ്തത്. ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലും കനത്ത മഴയുണ്ടായി. അതുകൊണ്ട് തന്നെ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധന ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി കുടുംബങ്ങളെ വിവിധ മേഖലകളിൽ ഉപ്പുതറ, ചപ്പാത്ത്, കുടയത്തൂർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അശ്വതി, ശരി. ഇടുക്കിയിലും കനത്ത മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. തൊടുപുഴ അടൂർമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഒരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലാണ്. ഒരാളെ കാണാതായിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. അതിനിടെ കാലവർഷം ശക്തമായിട്ടും ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നില്ല എന്നുള്ള വാർത്തകളുമുണ്ട്. 2331 അടി വെള്ളമാണ് ഇടുക്കി ഡാമിലുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 44 അടി വെള്ളം ഇത്തവണ കുറവാണ്. മഴ ശക്തമായില്ലെങ്കിൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും MC ബോബനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.
ഇനി കോട്ടയം ജില്ലയിലേക്ക് പോയാൽ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് മീനച്ചിൽ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഈരാറ്റുപേട്ട ടൗണിൽ വെള്ളം കയറി. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലും തീക്കോയി വാഗമൺ റോഡ് ഉൾപ്പെടെ തീക്കോയി പഞ്ചായത്തിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടായി. ഇതേ തുടർന്ന് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിൽ റോഡിൽ വെള്ളം കയറി. കാഞ്ഞിരപ്പള്ളി താലൂക്കിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻ പ്ലാവിൽ ഉരുൾപൊട്ടലിൽ വീട് ഒലിച്ചുപോയി. ഒരു സ്ത്രീയെയും മകനെയും കാണാതായി. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും വെള്ളം കയറുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, മണ്ണിടിച്ചിൽ, ഒപ്പം ഒരു സ്ത്രീയെയും മകനെയും കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇവരെ കണ്ടെത്തിയിട്ടുണ്ടോ? എന്താണ് ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഈ മണിക്കൂറിൽ? അശ്വതി, തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കോട്ടയം ജില്ലയിൽ നിന്നും രാവിലെ വരുന്നത്. മറ്റൊന്നുമല്ല, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻ പ്ലാവിൽ ഒരു വീട്ടിലെ ഒരു സ്ത്രീയെയും മകനെയും കാണാതായിരിക്കുന്നു. വീട് അപ്പാടെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ആദ്യം ഈ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു എന്നായിരുന്നു വാർത്തയായിരുന്നു ആദ്യം വന്നത്. എന്നാൽ പിന്നീട് നേരം പുലർന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വീട് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെയും മകനെയും കാണാതായിരിക്കുന്നു. മണപ്പാട്ട് ജോണിയുടെ ഭാര്യ ഗ്രേസി, ഇവരുടെ മകന്, ഇങ്ങനെ രണ്ടുപേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതേപോലെ തന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പൂഞ്ഞാർ നിയോജക മണ്ഡലം മലയോര മേഖലയാണ്, ഈ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരിക്കുന്നു. കൂടുതലായും പൂഞ്ഞാർ മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. പൂഞ്ഞാർ പെരുங்குളം, അതേപോലെ തന്നെ തീക്കോയി എന്നിവിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പൂഞ്ഞാർ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ രാത്രി മലവെള്ളപ്പാച്ചിലിനെ തുടർന്നും ശക്തമായ മഴയെ തുടർന്നും ഈരാറ്റുപേട്ട ടൗണിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി വെള്ളം കയറി ഈരാറ്റുപേട്ട നടക്കൽ, മുരിക്കോലി ഭാഗങ്ങളിലൊക്കെ നിരവധി വീടുകളിൽ വെള്ളം കയറി. രക്ഷാപ്രവർത്തകരും അഗ്നിരക്ഷാസേനയും പോലീസുമൊക്കെ എത്തി ഇവിടെ നിന്നും ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി മേഖലകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ കൂട്ടിക്കൽ, മുണ്ടക്കയം ഭാഗങ്ങളിലൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും പല സ്ഥലങ്ങളിലും റോഡുകളിലടക്കം വെള്ളം കയറുകയും ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ലയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം അത് തുടർന്ന് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവർ മണ്ണിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മീനച്ചിലാറിൻ്റെയും അതേപോലെ തന്നെ മൂവാറ്റുപുഴയാറിൻ്റെയും ഒക്കെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലിനെ തുടർന്നൊക്കെ വളരെ വേഗത്തിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. ഇന്ന് പാലായിലും ഈരാറ്റുപേട്ടയിലുമൊക്കെ ഏതാണ് കണ്ടത്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനിയിലും ഈ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. റോഡിലേക്ക് വെള്ളം കയറുകയും പാലാ ഈരാറ്റുപേട്ട റോഡിൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും അന്തരീക്ഷം പൊതുവെ മേഘാവൃതമാണ്. എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴയ്ക്ക് വീണ്ടും ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അതേപോലെ തന്നെ കാലാവസ്ഥാ വിഭാഗവും നൽകിയിരിക്കുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും പൂഞ്ഞാറിൻ്റെ പല ഭാഗങ്ങളിൽ, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. വൈദ്യുതി തടസ്സവും ഗതാഗത തടസ്സവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അശ്വതി, ശരി. എന്തായാലും കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോടും കനത്ത മഴയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. രേഷ്മ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. രേഷ്മ, ജില്ലയിലെ സാഹചര്യം നിലവിൽ എങ്ങനെയാണ്? വലിയ മഴ തന്നെയാണോ ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്? കനത്ത മഴയാണ് അശ്വതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് അലേർട്ടിന് സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ളത്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ, വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ ജില്ലയിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് കോഴിക്കോട് ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും ലഭിച്ചിരിക്കുന്നത്. വയനാടും ഇതേ അവസ്ഥയാണ്. കനത്ത മഴയിൽ തന്നെ വിവിധയിടങ്ങളിൽ, കിഴക്കൻ മലയോരത്ത് വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ഈ മതിലിടിയുക, അതുപോലെ തന്നെ മരം വീണ് ശക്തമായ കാറ്റിൽ മരം വീണ് അപകടം എന്നിവ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിശദാംശം നമുക്ക് ലഭിച്ചിട്ടില്ല.
എങ്കിൽ പോലും ശക്തമായ മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രതാ നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് കഴിഞ്ഞ് ഇവരെല്ലാം കടലിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ഒരുക്കങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ കനത്ത മഴ വന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇറങ്ങാൻ കഴിഞ്ഞിട്ടുമില്ല. മലയോരത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ തിരുവമ്പാടി മേഖലയിൽ ഉൾപ്പെടെ കനത്ത മഴയിൽ തന്നെ ഈ വെള്ളപ്പൊക്ക സാഹചര്യമുള്ള മേഖലയിൽ നിന്നും ഉരുൾപൊട്ടൽ സാഹചര്യമുള്ള മേഖലയിൽ നിന്നും ആളുകളെ താൽക്കാലിക ക്യാമ്പുകളിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു. ചെറിയ കുടുംബങ്ങളെ ഉൾപ്പെടെയാണ് സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിയിരിക്കുന്നത്. ഇന്ന് മഴയുടെ സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ടിന്റെ സാഹചര്യത്തിൽ തന്നെ ഇവിടെ കോഴിക്കോട് വയനാട് സ്കൂളുകൾക്ക് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുമെന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മേഖലയിലെ ടൂറിസം ഉൾപ്പെടെയുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ ഇനിയും തുടരും. ഈ പ്രദേശത്ത് കനത്ത കാറ്റ് വീശുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ മരം വീണു എന്നുൾപ്പെടെയുള്ള റിപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട്. മഴയുടെ സാഹചര്യത്തിൽ പുഴയ്ക്ക് സമീപമുള്ള ആളുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങളും വാർഡ് തലത്തിൽ നിന്നുൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ കടലോരത്തുള്ളവരോടും മാറി നിൽക്കാനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഇവരോടും മാറി നിൽക്കാൻ വേണ്ടി കോർപ്പറേഷൻ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്വതി, അതുതന്നെയാണ് രേഷ്മ ഈ പറഞ്ഞതുപോലെ തന്നെ 8 ജില്ലകളിലാണ് ഈ മലബാർ മേഖലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, വയനാട്, മലപ്പുറം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള 8 ജില്ലകളിൽ മലബാർ മേഖലയിൽ കനത്ത മഴ തുടരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവധി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും മലബാർ മേഖലയിലും കനത്ത മഴ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ തുടരുന്നത്. രേഷ്മയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കോതമംഗലം പൂയംകുട്ടി പുഴ കരകവിഞ്ഞൊഴുകി, മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഈ പ്രദേശത്ത് നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. മണികണ്ഠൻ ചാൽ, കല്ലേലിമേട് മലയോര ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടു. ജില്ലയുടെ നഗരമേഖലകൾ ശാന്തമാണ്. എന്നാൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. KSEBയുടെ ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത് ഡാമുകൾക്ക് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. AT അശ്വതി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വതി, ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. പലയിടത്തും പുഴ കരകവിഞ്ഞൊഴുകുന്നു. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ആദിവാസി മേഖലകൾ ഒറ്റപ്പെടുന്നു. എന്താണ് ജില്ലയിൽ നിന്ന് പൊതുവെ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്? എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഈ മണിക്കൂറുകളിൽ നമുക്ക് ഏതെങ്കിലും പ്രദേശങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ? എന്താണ് വരും മണിക്കൂറുകളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം? അശ്വതി, ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നുവെങ്കിലും രാവിലെ പുലർച്ചെ അല്പം മഴ മാറി നിൽക്കുന്നൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും ഇപ്പോൾ മഴ ശക്തി പ്രാപിക്കുകയാണ്. നഗരമേഖലകളിൽ അല്പം മുൻപ് വരെ വളരെ ശാന്തമായിരുന്നു. ഇപ്പോൾ വീണ്ടും നഗരമേഖലകളിൽ അടക്കം മഴ കനക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, കിഴക്കൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടുക്കിയോട് ചേർന്നിട്ടുള്ള കോതമംഗലം പ്രദേശങ്ങളിലാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളുള്ളത്. കോതമംഗലം പൂയംകുട്ടി പുഴ കരകവിഞ്ഞൊഴുകി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിയിട്ടുണ്ട്. ഇവിടെ നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് ഉള്ളത്. മണികണ്ഠൻ ചാൽ, കല്ലേലിമേട് മലയോര ഗ്രാമങ്ങളും ഒറ്റപ്പെട്ടിട്ടുണ്ട്. റോഡ് ഗതാഗതം അടക്കം ഇവിടെ താറുമാറായിട്ടുണ്ട്. ഈ മേഖലകളിലേക്കുള്ള രക്ഷാപ്രവർത്തനങ്ങളടക്കം പ്രാഥമികമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലകളിലുള്ളത്. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന കോതമംഗലം മേഖലകളാണ്, കിഴക്കൻ മേഖലകളാണ് ഏറ്റവും അധികം മണ്ണിടിച്ചിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം നിലനിൽക്കുന്ന മേഖലകളാണ് ഈ ജില്ലയുടെ കിഴക്കൻ മേഖലകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് മേഖല, പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്ന തീരപ്രദേശമാണ്. ഈ മേഖലകളിലും കർശന നിർദ്ദേശങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും നഗരമേഖലകളിൽ നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. പലയിടങ്ങളിലും ചെറിയ തോതിൽ വെള്ളക്കെട്ടുകളൊക്കെയാണ് ഉള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകളൊക്കെയാണ് ഉള്ളത്. പക്ഷേ മറ്റ് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലവിൽ നഗരമേഖലകളിലില്ല. പക്ഷേ ഇതേ രീതിയിൽ തന്നെ മഴ തുടരുകയാണ് എങ്കിൽ, കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ വലിയ വെള്ളക്കെട്ടിനുള്ള ഒരു സാധ്യതകളിലേക്ക് പോകും. പ്രത്യേകിച്ച് കളമശ്ശേരി മേഖലകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ ആലുവ മേഖലകളിലും പലയിടത്തും താഴ്ന്ന പെരിയാറിനോട് ചേർന്ന മേഖലകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അശ്വതി, ശരി. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പലയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇനി കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. കാസർഗോഡ് കാവുകോളി കടപ്പുറത്ത് തീരദേശ റോഡ് തകർന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ മതിലും ശക്തമായ തിരയടിച്ചിലിൽ തകർന്നു വീണു. അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, ശക്തമായ
കടലാക്രമണമാണ് കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ? മഴ തുടരുന്നൊരു സാഹചര്യമാണോ? അശ്വതി, മഴ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തി പ്രാപിച്ചതോടുകൂടി കടലാക്രമണം രൂക്ഷമാണ്. കാസർഗോഡ് കാവുകോളി കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷമായതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതാണ്ട് 100 മീറ്ററോളം തന്നെ കടൽ കയറി വന്നു എന്ന് വേണം പറയാൻ. അതിന്റെ ഭാഗമായി ശക്തമായ തിരയിടിച്ചിലിൽ ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRAയുടെ മതില്, വളരെ കെട്ടുറപ്പുള്ള മതിലാണ് തകർന്നു വീണത്. ഏതാണ്ട് 100-110 മീറ്ററോളം ഈ മതിൽ തകർന്നു. CPCRAയുടെ എക്സ്പെരിമെന്റൽ ഫാം നിൽക്കുന്ന ഭാഗത്താണ് തിരയിടിച്ചിലിൽ മതിൽ തകർന്നു വീണത്. അത് കൂടാതെ കണ്ട് തീരദേശ റോഡും തകർന്നതായി നമുക്ക് കാണാം. ഏതാണ്ട് 1/2 കിലോമീറ്ററോളം വരുന്ന ഒരു സ്ഥലത്ത് ഈ കാവുകോളിയിൽ CPCRAയുടെ മതിൽ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം കൂടെ അടക്കമുള്ള ഭാഗത്താണ് കടലാക്രമണം രൂക്ഷമായത്. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. ഇത് ദിവസങ്ങളായി തുടരുകയാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസി പറയുന്നത്. ചേട്ടാ, ഇത് എത്ര ദിവസമായി? ഇതൊരു 10 ദിവസമായി തുടർച്ചയായിട്ട് തുടർന്ന്. 10 ദിവസം കൊണ്ട് ഇതിൻ്റെ നമ്മളെ റോഡുകളെല്ലാം നീറുപാലായിട്ട് പോയി. നമ്മളെ പ്രദേശത്തേക്ക് ഒരു സൗകര്യങ്ങളില്ല. എതിർപക്ഷം സെൻട്രലിൻ്റെ റെയിൽവേ ആണ്, പുറപക്ഷം ഇവിടെ ഇത് കടൽ ഭിത്തിയൊക്കെ ഇല്ലാതെ കൊണ്ട് വർഷം പ്രതി ഇതിങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ വർഷങ്ങളും എല്ലാ അതത് അധികാരികൾക്കും ഗവൺമെൻറ്റിലേക്കും അറിയിച്ചുകൊണ്ടുണ്ട്. അത് വലിയൊരു വിശേഷമായ ഒരു പ്രതികാരമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഒരു 400 മീറ്ററിൻ്റെ അത്ര റോഡുകൾ പോയിട്ടുണ്ട്. നല്ല തീരദേശ റോഡാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സൗകര്യങ്ങളും ഇല്ല. നമ്മളൊരു 150 ഫിഷർമാനിൻ്റെ ഒരു ജനങ്ങളുടെ വീടാണ്. അപ്പോൾ അന്നേരം എത്രയും പെട്ടെന്ന് എല്ലാ അധികാരികളും ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഇതിന് വേണ്ടതായ നടപടികൾക്ക് തരണമെന്നാണ് ഞങ്ങൾ ഈ കാവുകോളി പ്രദേശത്തിൻ്റെ ജനങ്ങൾ അറിയിച്ചു കൊള്ളുന്നത്. ചാനലിൻ്റെ തീർച്ചയായിട്ടും വലിയ രീതിയിൽ അശ്വതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഈ കടലാക്രമണം ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 100-150ഓളം വരുന്ന കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് ഇവിടെയുള്ള ഈ തീരദേശ റോഡിന്റെ തകർച്ച കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CPCRAയ്ക്കും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാവുകോളി കടപ്പുറത്തിന് പുറമെ കാസർഗോഡ് ജില്ലയിൽ മറ്റ് തീരദേശ മേഖലകളായ കന്നുവീട് കടപ്പുറം, അതുപോലെ തന്നെ വലിയപറമ്പ്, മാവില കടപ്പുറം എന്നിവിടങ്ങളിലെല്ലാം തന്നെ കടലാക്രമണം രൂക്ഷമാണ്. നിരവധി തെങ്ങുകളാണ് ആ പ്രദേശങ്ങളിൽ ഒസ്തുർഗ് താലൂക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊഴിഞ്ഞുപോയതും. ഇപ്പോഴും ശക്തമായ കടലാക്രമണം തുടരുന്നു. അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് ജില്ലയിലുള്ളത്. കഴിഞ്ഞ ദിവസവും ഓറഞ്ച് അലർട്ടായിരുന്നു. ഇടവിട്ടുള്ള സമയങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും കാസർഗോഡ് തുടരുകയാണ്. അശ്വതി, ശരി. എന്തായാലും കാസർഗോഡ് ജില്ലയിലും മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തീരദേശ റോഡ് തകർന്നതൊക്കെ തന്നെ ഈ പ്രദേശവാസികളൊക്കെ ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട്. അനൂപ് നീലേശ്വരമാണ് കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് നൽകിയത്. പത്തനംതിട്ടയിലേക്ക് പോയാൽ ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. അടൂരിലെ കുടയത്തൂരിൽ ഉരുൾപൊട്ടലിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ട കോന്നി തുമ്പാക്കുളത്ത് ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കക്കാടാറിലെ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ സീതത്തോട്, ചിറ്റാർ, റാന്നി എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. കക്കാടാറ് കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപത്തെ 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലും വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൻ ദേവ് വിശദാംശങ്ങൾ നൽകും. കണ്ണൻ, പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യം. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ജില്ലയിൽ നിലവിലെ സാഹചര്യം? ഇന്നലെ രാത്രി മുതലാണ് ഇത്തരത്തിൽ കനത്ത മഴ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വനമേഖലകളാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്നത്. ഈ വനമേഖലയിലെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വനമേഖലയിലാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന് പുറമെയാണ് ഈ കക്കാട്ടാറ്റിലും പമ്പയാറിലും ഉൾപ്പെടെ വെള്ളം ഏറിയിട്ടുള്ളത്. ഇത് കോന്നിയിലെ സിതത്തോട്, ചിറ്റാർ ഭാഗങ്ങളിലും അതുപോലെ റാന്നിയിലും വലിയ രീതിയിൽ പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ ഇടവരുത്തിയിട്ടുണ്ട്. റാന്നി ടൗണിൽ ഉൾപ്പെടെ നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടങ്ങളിലെ കടകളിലൊക്കെ വെള്ളം കയറി. ഇവിടെ നിന്നൊക്കെ ആളുകൾ സാധനങ്ങളൊക്കെ മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പല വീടുകളിലും വെള്ളം കയറി. ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഇവിടെയൊക്കെ
അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ വിളിക്കാനുള്ള നമ്പറുകളടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. മിക്ക വീടുകളിലും വെള്ളം കയറിയാൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരു തുരുത്തായി രൂപപ്പെട്ടിട്ടുണ്ട്. റാന്നിയിൽ മിക്ക സ്ഥലങ്ങളിലും റോഡുകൾ ഉൾപ്പെടെ മൂവാറ്റുപുഴ റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഒരു ഒറ്റപ്പെട്ട സ്ഥിതിയാണുള്ളത്. മിക്ക സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റാത്ത പലരും കുടുങ്ങി കിടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടങ്ങളിലേക്ക് എത്താൻ ബോട്ടുകൾ ഉൾപ്പെടെ സജ്ജീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. പമ്പയിലും കക്കാട്ടാറ്റിലും ഉൾപ്പെടെ ഇപ്പോൾ ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വെള്ളം ഈ നദികളിൽ കൂടിയിട്ടുള്ളത്. നേരത്തെ 2018 പ്രളയത്തിലെ പോലെ തന്നെ റാന്നിയിൽ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിലൊരു ആശങ്ക ആളുകൾക്കുണ്ട്. ഇത്തരത്തിൽ വേഗം വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ജലനിരപ്പ് ഉയരാതിരിക്കുകയുള്ളൂ. അത്തരത്തിൽ വെള്ളം വലിയും എന്ന ഒരു പ്രതീക്ഷ പക്ഷെ ഉച്ചയോടെ ഉണ്ടാകുമെന്ന് അവർ കരുതുന്നുണ്ട്. എന്നാലും ഈ വനമേഖലയിൽ ഇപ്പോഴും ഈ മഴ തുടരുന്നത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ ഈ മഴ തുടരുകയാണ്. അശ്വതി. ശരി, പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴയാണ്. അടൂരിലെ കുടയത്തൂർ ഉരുൾപൊട്ടലിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൻ ദേവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള റിപ്പോർട്ട് നൽകിയത്. എന്തായാലും സംസ്ഥാനത്താകെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 6 ജില്ലകളിൽ വരുന്ന 3 മണിക്കൂറിൽ റെഡ് അലർട്ടും ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. മഴ എല്ലാ മേഖലകളിലും ലഭിക്കുന്ന ഒരു സാഹചര്യം. വിവിധയിടങ്ങളിൽ ഒക്കെ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ സമരത്തിൽ തനിക്കും തന്റെ അമ്മയ്ക്കുമെതിരെ അധിക്ഷേപപരമായ ഭാഷ ഉപയോഗിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഴിതെറ്റിയ ഇത്തരം കുട്ടികളെ നിയമ നടപടികളിലേക്ക് വലിച്ചിഴക്കുന്നത് പ്രശ്നപരിഹാരമല്ലെന്നും അവരോട് ക്ഷമിക്കുകയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജന്തർ മന്ദിറിൽ സംഭവിച്ചത് ലോകം മുഴുവൻ കണ്ടതാണ്. കുറച്ചു വികൃതി കുട്ടികൾ അസഭ്യം പറഞ്ഞു. ഇത്തരം വാക്കുകളും പെരുമാറ്റവും പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. मुझे तो गालियां दी गई, मेरी स्वर्गीय माता को भी गालियां दी गई। न जाने कितना भद्दा स्वरूप था, लेकिन मैं आज बात करना चाहता हूं कि बचपन में गलतियां होती हैं और बचपन में गलतियों से सुधरने का अवसर भी होता है और यही तो बचपना है। और इसलिए मैं समाज के अंदर जो आक्रोश है उसको भली भांति समझ सकता हूं। एक कल्चरल शॉक है कि हमारी बेटियां इस प्रकार की भाषा कैसे बोल सकती हैं, लेकिन समय है इन बच्चों को गले लगा करके राह दिखाने का। ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണത്തിൽ PSC ചെയർമാനിലേക്ക് അന്വേഷണം നീളുന്നു. CPM അനുകൂല സർവീസ് സംഘടനാ നേതാവിന് ചട്ടങ്ങൾ മറികടന്ന് മാർക്ക് നൽകിയതിൽ ചെയർമാൻ MR ബൈജു ഉൾപ്പെടുന്ന 3-അംഗ സമിതിക്ക് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. പരീക്ഷാ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പിക്കായി ക്രൈംബ്രാഞ്ച് വീണ്ടും PSCയെ സമീപിക്കാനും ഒരുങ്ങുകയാണ്. എബി ജോൺ തോമസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. എബി, ആസൂത്രണ ബോർഡിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട PSC ചെയർമാനിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. ചട്ടങ്ങൾ മറികടന്ന് മാർക്ക് നൽകുന്നു, അതിൽ 3-അംഗ സമിതിക്ക് പങ്കുണ്ടെന്ന് തെളിയുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അന്വേഷണം കൂടുതൽ സജീവമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശ്രുതി, ചെയർമാനിലേക്ക് തന്നെ അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് അഭിമുഖം നടത്തുന്ന സമയത്ത് പോലും അനുകൂലമായി, അതായത് ഇടത് സംഘടനാ നേതാവിന് അനുകൂലമായ രീതിയിൽ അതിൻ്റെ ആ മുഴുവൻ സംവിധാനത്തെയും മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ചെയർമാനിലേക്ക് അന്വേഷണം നീളുന്നു. ഒപ്പം തന്നെ അഭിമുഖം നടത്തുന്ന ഘട്ടത്തിൽ 3 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ് ഉണ്ടായിരുന്നത്. അതിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള
നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അഭിമുഖവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള രേഖകളൊക്കെ തന്നെയും ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ട്. അത് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അത് PSCയിൽ നിന്നും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഉള്ള നടപടികൾ ഒരുപക്ഷെ ഇന്ന് വീണ്ടും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ PSC ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്താനുള്ള സാധ്യത കൂടിയാണ് കണക്കാക്കുന്നത്. അശ്വതി. ശരി, എന്തായാലും ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണത്തിൽ PSC ചെയർമാനിലേക്കാണ് അന്വേഷണം നീളുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കൗൺസിലർ R. സുഗതന് അവധി നൽകിയ നടപടിയിൽ നിയമ നടപടിക്കൊരുങ്ങി പ്രതിപക്ഷം. ഹൈക്കോടതിയെ സമീപിക്കാനാണ് LDFന്റെ തീരുമാനം. അസാധാരണ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ UDFിലും തീരുമാനം. UDFിനെ പ്രതിസന്ധിയിലാക്കിയ കത്ത് വിവാദമായതോടെ അണ്ടർ സെക്രട്ടറിക്കെതിരെ കർശന നടപടിയെടുക്കുവാനും സാധ്യതയുണ്ട്. എബി ജോൺ തോമസ് തുടരുന്നുണ്ട്. എബി, ഈ കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന് അവധി നൽകിയൊരു നടപടി, അത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം. അതിലിപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. UDFും LDFും ഇത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. എന്താകും ഇനി വരുന്നൊരു ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാകും കോർപ്പറേഷനിലെ സാഹചര്യം? കോർപ്പറേഷനിൽ ഇന്നലെ നമ്മൾ കണ്ടത് വലിയ പ്രതിസന്ധിയിലേക്ക് UDF പോകുന്നത് തന്നെയായിരുന്നു. കാരണം ഇന്നലെ സുഗതന് ഇത്തരത്തിൽ അവധി അപേക്ഷ അത് അംഗീകരിച്ചുകൊണ്ട് കൗൺസിൽ പാസ്സാക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ കൗൺസിൽ ആ അപേക്ഷ പാസ്സാക്കുന്ന ഘട്ടത്തിൽ അതിന് പിൻബലമായി നിന്നത് ആഭ്യന്തര വകുപ്പ് ഇറക്കിയിരുന്ന ആ ഒരു കത്ത് തന്നെയായിരുന്നു. എന്തായാലും അത് വലിയ രീതിയിൽ UDFനെ പ്രതിസന്ധിയിലാക്കുന്ന ആ ഒരു നില തന്നെയാണുള്ളത്. എന്തായാലും ഇന്നലെ ഉണ്ടായ സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഏകകണ്ഠമായി തന്നെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് എന്നുള്ള തീരുമാനം ഇന്നലെ തന്നെ എടുത്തിരുന്നു. ഇന്ന് അതിന് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. നഗരസഭാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകാനുള്ള തീരുമാനം എടുത്തിരുന്നു. ഇന്ന് പരാതി നൽകും. ഒപ്പം തന്നെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. അതിനുശേഷമായിരിക്കും ഹൈക്കോടതി ഈ കാര്യം അറിയിക്കുകയും ഈ നടപടി അതിന് എതിരെ തന്നെ ഉള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കാനുള്ള തീരുമാനവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇന്ന് ആ നടപടികളെല്ലാം തന്നെ തുടക്കം കുറിക്കും. ഇന്ന് നഗരസഭാ സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നാണ് ഇടതുപക്ഷം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതൃപ്തി ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കുമുണ്ട്. ആ നിലയ്ക്ക് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അശ്വതി. ശരി, എന്തായാലും R. സുഗതന് അവധി നൽകിയ നടപടിയിൽ കൂടുതൽ നിയമ നടപടിക്കൊക്കെ ഒരുങ്ങി കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം പ്രതിഷേധം. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ നെല്ല് സംഭരിച്ച വകയിൽ 476.55 കോടി രൂപ കർഷകർക്ക് ലഭിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം സർക്കാർ അനുവദിച്ചത് 104.79 കോടി രൂപ മാത്രമാണ്. ഇതോടെ ആലപ്പുഴ ജില്ലയിൽ മാത്രം കർഷകർക്ക് ലഭിക്കാനുള്ളത് 62.20 കോടി രൂപയാണ്. രണ്ടാം കൃഷിയുടെ വളപ്രയോഗത്തിനും പുഞ്ചകൃഷിയുടെ പമ്പിംഗ് ലേലത്തിനും സമയമായിട്ടും കഴിഞ്ഞ സീസണിലെ നെല്ലിന്റെ വില കിട്ടാക്കടമായിരിക്കുന്നതിനാൽ കർഷകർക്ക് ഇക്കുറി കണ്ണീരോണമാകും. കഴിഞ്ഞ സീസണിലെ കൃഷിക്ക് വാങ്ങിയതുൾപ്പെടെ കടം തലയ്ക്ക് മീതെ പെരുകിയിരിക്കെ ഈ സീസണിലെ കൃഷിയും വളപ്രയോഗവും എങ്ങനെ പൂർത്തിയാക്കുമെന്നറിയാത്ത സ്ഥിതിയിലാണ് കർഷകർ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നെൽവില യഥാസമയം ലഭ്യമാകാത്തതിനെതിരെ കർഷകർക്കൊപ്പം പ്രതിഷേധത്തിനിറങ്ങിയ UDF അധികാരത്തിലെത്തി 2 മാസം പിന്നിട്ടിട്ടും നടപടി ഉണ്ടാകാത്തത് നെൽകർഷകരെ നിരാശരാക്കിയിട്ടുണ്ട്. സപ്ലൈകോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ സീസണിലെ പുഞ്ചകൃഷിയിൽ 1,87,829 കർഷകരിൽ നിന്ന് 5.83 ലക്ഷം ടൺ നെല്ലാണ് സംഭരിച്ചത്. വിലയായി 1,280.66 കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്യാൻ സപ്ലൈകോയ്ക്കും സർക്കാരിനുമായത്. രണ്ടാം കൃഷിയുടെ ചെലവുകൾക്ക് പുറമെ ഓണം കൂടി വരാനിരിക്കെ നിത്യച്ചെലവുകൾക്ക് പോലും പണമില്ലാതെ ദുരിതത്തിലാണ് കർഷകർ. കൂലിച്ചെലവും രാസവളങ്ങളുടെയും കീടനാശിനിയുടെയും വിലവർധനയും കാരണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സ്ഥിതിയാണെന്ന് കർഷകർ പറയുന്നു. ഉൽപാദന ചെലവ് താരതമ്യേന കുറവായ തമിഴ്നാട്ടിൽ പോലും നെല്ലിന് കിലോഗ്രാമിന് 35 രൂപയാണെന്നിരിക്കെ കേരളത്തിൽ കിലോയ്ക്ക് 30 രൂപ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഓണക്കാലം മുന്നിൽ കണ്ട് കർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്തുവാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടായില്ല എങ്കിൽ മലയാളികളുടെ ദേശീയോത്സവം നെൽകർഷകർക്ക് സമ്മാനിക്കുക പട്ടിണിയുടെ കണ്ണീരോണമാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. വിപണിയിൽ എല്ലാത്തിനും വില കുതിച്ചുയരുകയാണ്. വിലവർധന ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത് പച്ചക്കറി വിപണിയിലാണ്. ഒട്ടുമിക്ക പച്ചക്കറികളുടെയും വില കഴിഞ്ഞ 1.5 ആഴ്ചയായി ഇരട്ടിയോളമായി. നാളികേരം, നേന്ത്രക്കായ വിലകളിലും കുതിപ്പ് തുടരുകയാണ്.
ചിങ്ങമാസം പിറക്കാൻ ഇനിയുമുണ്ട് 2 ആഴ്ച. എന്നാൽ പച്ചക്കറികൾക്കും നേന്ത്രക്കായയ്ക്കുമെല്ലാം വില കുതിച്ചുയരുകയാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും മഴയുടെ കുറവ് മൂലം പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞത് വിപണിയിൽ കാര്യമായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, സവാള എന്നിവയുടെ വില ഒരാഴ്ച കൊണ്ട് കിലോയ്ക്ക് 30 രൂപയോളം ഉയർന്നു. അത് കണക്കോട്ടെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം മഴയുടെ കുറവുണ്ടെന്നാണ് കർണാടകക്കാർ പറയുന്നതും തമിഴ്നാടുകാർ പറയുന്നതും. വെള്ളത്തിൻ്റെ പ്രശ്നം. പിന്നെ ഇവിടെ നമ്മുടെ കൃഷിയില്ല. മൊത്തത്തിൽ വില കൂടത്തേ ഉള്ളൂ. ക്യാരറ്റിനാണ് ഇപ്പോൾ ഏറ്റവും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ വിറ്റത് 88-90 രൂപ വിളിക്കാണ് ക്യാരറ്റ് വിൽക്കുന്നത്. ഊട്ടിക്കായിരുന്നു 65, മറ്റേനാണ് 55 ഉണ്ടായിരുന്നത്. ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ 90 രൂപയാണ് ഊട്ടിക്കാരറ്റിൻ്റെ വില. പിന്നെ കർണാടകയിലും ആണെങ്കിലും ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ടാണ് ബീൻസിന് വില കൂടിയിരിക്കുന്നത്. ഉസൂർ ബീൻസ് ആണെങ്കിൽ അവിടെ തന്നെ 90 രൂപ വിലയാണ്. മൈസൂർ ആണെങ്കിൽ 60 രൂപ 65 രൂപ വിലയാണ്. പയർ, പാവയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, പടവലം, വഴുതനങ്ങ, ചേന, ചേമ്പ്, ഇഞ്ചി അങ്ങനെ എല്ലാത്തിനും വില നാൾക്കുനാൾ ഉയരുകയാണ്. ഓണക്കാലത്തിന് മുന്നോടിയായി ഉപ്പേരിയും ശർക്കര വരട്ടിയും തയ്യാറാക്കുന്ന സമയമായതോടെ നേന്ത്രക്കായ വിലയും കുതിച്ചുയരുകയാണ്. വയനാടൻ നേന്ത്രക്കായയ്ക്ക് 58 മുതൽ 60 രൂപ വരെയാണ് നിലവിലെ മൊത്തവ്യാപാര വില. മേട്ടുപ്പാളയം കായയ്ക്ക് 63-64 രൂപ വരെയാണ് വില. ഇപ്പോൾ ഈ ആഴ്ചത്തേക്ക് ഓണത്തിനോടനുബന്ധിച്ചുള്ള വില കൂടിയതാണ്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കിടക്കുന്നത് 58 മുതൽ 60 രൂപ വരെ വയനാടൻ കായ്ക്ക് കിടക്കുന്നത്. മേട്ടുപ്പാളയാണെങ്കിൽ അതിലും വില കൂടുതൽ 62-63 മേട്ടുപ്പാളയം മാർക്കറ്റ് കിടക്കുന്നത്. ഇപ്പോൾ ഈ ചിപ്സുകാരെല്ലാം ഹോൾസെയിലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയമാണിത്. ഒരു 15-ാം തീയതി 20-ാം തീയതി വരെ വില കൂട്ടിയിരിക്കും. പച്ചക്കറിയുടെ അത്ര വേഗത്തിലല്ലെങ്കിലും തേങ്ങയുടെ വിലയും ഉയരുക തന്നെയാണ്. ഇപ്പം 63 വരെ 62-63 വരെ വന്നിട്ടുണ്ട് ഹോൾസെയിൽ വില. മേലേക്ക് ഉയരാനാണ് സാധ്യത. നാളികേര മൊത്തവ്യാപാര വില ജൂലൈ തുടക്കത്തിൽ 45 രൂപയായിരുന്നു. നിലവിൽ അത് 65 രൂപ വരെയായി ഉയർന്നു. ഒരു മാസത്തിനുള്ളിൽ 20 രൂപയുടെ വർധന. ഒരു 4-അംഗ കുടുംബത്തിന് ഒരു ദിവസത്തേക്ക് വേണ്ട പച്ചക്കറിയും നാളികേരവും ഒക്കെ വാങ്ങണമെങ്കിൽ 100 രൂപയുടെ ഒരു നോട്ട് മതിയാകില്ല. ക്യാരറ്റും ബീൻസും മുരിങ്ങക്കയുമൊക്കെ പടിക്ക് പുറത്ത് നിർത്തേണ്ടി വരും. പച്ചക്കറി വില ഇനിയും ഇങ്ങനെ ഉയരുകയാണെങ്കിൽ മലയാളിയുടെ ഓണാഘോഷത്തിന് ഇത്തവണയും ടേസ്റ്റ് കുറയും. വിഭവങ്ങളുടെ എണ്ണവും അളവുമൊക്കെ കുറയുക തന്നെ ചെയ്യും. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ്. പലയിടത്തും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ലാഹയിൽ 302 mm മഴ പെയ്തു. അപ്പർ കുട്ടനാട്, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം മുതൽ വടക്കോട്ട് മഴ ശക്തിപ്പെടും. 4 പേരെയാണ് കാണാതായതെന്നും ഒരു മൃതദേഹം കിട്ടിയെന്നും ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. സജേത ആപ്പിൽ വിവരങ്ങൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾക്ക് 3 ജില്ലകളാണ് പ്രശ്നമുള്ളത്: പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം. കോട്ടയത്ത് നമ്മൾക്ക് 2 പേരെ കാണാതായിരുന്നു. ഇടുക്കിയിൽ 2 പേരെ കാണാതായിരുന്നു. അതിൽ ഇടുക്കിയിൽ ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിപ്പുണ്ട്. കോട്ടയത്തുള്ളത് അവിടെ എത്തി ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന അറിയിപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏതാണ്ട് ഒരു 100ഓളം സ്ഥലങ്ങളിൽ റോഡിലേക്ക് മണ്ണും മരമൊക്കെ വീണ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യുന്ന നടപടികൾ നടക്കുന്നു. സംസ്ഥാനത്ത് ലഹരി ശൃംഖലയിൽ അധ്യാപകരും കണ്ണിയാണ് എന്ന വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. സ്കൂളുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ 2ാം ഭവനമെന്നാണ് പറയുന്നത്. അവരിലേക്ക് ലഹരി എത്തുന്ന കണ്ണികളായി അധ്യാപകർ മാറുമ്പോൾ അതിനെ അത്ര നിസ്സാര സാഹചര്യമായി കാണാൻ കഴിയില്ല. വനിതാ ജംഗ്ഷൻ ഈ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. നേരായ മാർഗത്തിലൂടെ നയിക്കേണ്ട അധ്യാപകരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഗുരുതരമായ കാര്യമല്ലേ? വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിന്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. വലിയ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. നമസ്കാരം. സമൂഹത്തിന്റെ നട്ടെല്ലാണ് അധ്യാപകർ. വിദ്യ പകർന്നു നൽകുന്നവർ,
വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ തന്നെ MDMA പോലെയുള്ള മാരക ലഹരി മരുന്നുകളുമായി പിടിയിലാകുന്ന വാർത്തകൾ നടുക്കത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. അധ്യാപകർ ലഹരി ശൃംഖലയുടെ ഭാഗമാകുമ്പോൾ വിദ്യാലയങ്ങളിലേക്ക് ലഹരി കടത്താനും കുട്ടികളെ ഇതിന് ഇരയാക്കാനുമുള്ള സാധ്യത വൻതോതിൽ വർദ്ധിക്കും എന്നതിൽ സംശയമില്ല. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. വളരെയധികം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്തിയ വാർത്തകളൊക്കെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആശങ്ക വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. 3 അധ്യാപകരാണ് പിടിയിലാകുന്നത്. അതായത് ലഹരി ശൃംഖലയുടെ ഭാഗമാകുന്ന 3 അധ്യാപകർ പിടിയിലാകുന്നു. ആദ്യം ഒരാൾ പിടിയിലാകുന്നു, വീണ്ടും പിന്നാലെ 2 പേർ പിടിയിലാകുന്ന സാഹചര്യം. എങ്ങനെ നമുക്കിതിനെ നോക്കിക്കാണാം? എത്രത്തോളം ആശങ്കയായിരിക്കും ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, അവരുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷനും ആശങ്കയും ഒക്കെ എത്രത്തോളം വലുതാണ്? ചെറിയ ആശങ്കയല്ല, അത്രത്തോളം വലുതാണ്. കാരണം നമുക്കറിയാം, ഈ കുട്ടികളെ കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് പണ്ടേ തന്നെ വാർത്തകളിൽ വന്നതാണ്. അധ്യാപകർ ഇങ്ങനെ ഇതിലൊരു ശൃംഖലയുടെ ഒരു കണ്ണിയായി മാറുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ നടുക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ആദ്യം ചിന്തിക്കുന്ന, ഈശ്വര, അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? അവരൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക മാതാപിതാക്കളെന്നല്ല ഏതൊരു വ്യക്തിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ആശങ്ക അത് തന്നെയായിരുന്നിരിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചാണെങ്കിൽ ഇവർ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് മയക്കുമരുന്ന് ശൃംഖല. അത് ആദ്യം ഉപയോഗത്തിന് വേണ്ടിയാണ്. പിന്നെ അതിനുശേഷം സ്വാഭാവികമായും ആഡംബര ജീവിതമാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി പൈസ തികയാതെ വരുന്നു. ഈ അധ്യാപകന്മാർക്കുള്ള വരുമാനം 12,000 13,000 മാത്രമാണ് സാലറി. ലക്ഷക്കണക്കിന് വരുമാനമാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വരുമാനം സ്വാഭാവികമായും ചെറിയ തോതിൽ പൈസ ഇങ്ങനെ വന്നുകൂടുമ്പോൾ പിന്നെ അതിൽ കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവുന്നു, അതിലേക്ക് പിന്നെ കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നു, കൂടുതൽ കണ്ണികളെ ഇതിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി ഇവർ ചോദ്യം ചെയ്താൽ മാത്രമേ ഏതെങ്കിലും ഒരു അറ്റമെങ്കിലും പോലും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കാം. കാരണം ഒരുപാട് ശൃംഖലകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട്. കർണാടകയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമൊക്കെയാണ് ഈ ലഹരിക്കടത്ത് കൂടുതലായിട്ടും ഈ കേരളത്തിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പിടിയിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതിലൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ, വിദ്യാർത്ഥികൾ എന്തായാലും അടിപ്പെട്ടു പോകുന്നുണ്ട്. പല ക്യാമ്പയിനുകളും അല്ലെങ്കിൽ കൗൺസിലിങ്ങും ഒക്കെ നൽകുന്ന കാലഘട്ടമുണ്ട്. പക്ഷേ അവരോടൊപ്പം നിൽക്കേണ്ട അധ്യാപകർ ഇങ്ങനെയാകുമ്പോൾ എത്രത്തോളം ആശങ്കയാണ് ഉള്ളത് എന്ന് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിടിയിലായ അധ്യാപകർ, അതായത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പുകളിലും അല്ലെങ്കിൽ അത്തരം കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള ഒരു ആത്മവിശ്വാസം എന്തായിരിക്കും? ഇതൊരു മറയാണ് അവരെ സംബന്ധിച്ച്. അത് അവർക്കുള്ളൊരു സംശയം ഉണ്ടാകില്ലല്ലോ. തീർച്ചയായും അവർക്കുള്ള ഒരു ആത്മവിശ്വാസം, അവർ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ മോട്ടീവ് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പണം എന്നത് തന്നെയായിരിക്കാം. ഒരുപക്ഷെ അവർ ഉപയോഗിക്കുന്നുണ്ടാകാം, ആ ലഹരിയിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ടാകാം. അതിനൊക്കെ അപ്പുറത്തേക്ക് പൈസ, പെട്ടെന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളത് തന്നെയാണ്. സ്ത്രീകളെ ഈ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലൊരു തന്ത്രം കൂടിയുണ്ട്. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ പരിശോധനയ്ക്കൊന്നും അവരെ വിധേയരാക്കില്ല. ഇപ്പോൾ വാഹനങ്ങളിലാണെങ്കിലും ചെക്കിംഗ് ഒക്കെ സ്ത്രീകൾക്ക് പൊതുവെ കുറവാണ്, പുരുഷന്മാർക്കായിരിക്കുമല്ലോ കൂടുതൽ. അപ്പോൾ ബാഗുകളിലൊക്കെ വളരെ വിപുലമായിട്ടാണ്. പണ്ടൊക്കെ തന്നെ ഇത് വാർത്തകൾ നിറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതാണ് ശ്രീജ, ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ അത് കാണാതെ പോകരുത്. ആഭ്യന്തരമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ചുമതലയേൽക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യം കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. പക്ഷെ അത് ഒരുപാട് രീതിയിൽ ഫലപ്രദമാകുന്നുണ്ട്. അത് നമ്മൾ പറയാതെ പോകരുത് ഈ ഒരു അവസരത്തിൽ. തീർച്ചയായിട്ടും വലിയ മാധ്യമ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ കേസിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഇത്തരത്തിൽ നമ്മൾ ഈ വാർത്തകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏതൊക്കെ രീതിയിലാണ് സ്ത്രീകൾ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മെൻസ്ട്രൽ കപ്പിൽ MDMA ഒളിപ്പിച്ച് കടത്തുകയാണ്. അപ്പോൾ ഒരു രീതിയിലും അത്തരം പരിശോധനയ്ക്കൊന്നും അവരെ വിധേയരാക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇനി അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയാലോ വീണ്ടും സ്ത്രീ പീഡനമായി അല്ലെങ്കിൽ സ്ത്രീയെ അവഹേളിച്ചു എന്നുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ഈ പരിശോധനയ്ക്ക് എത്തുന്നവരും ഒന്ന് ഭയപ്പെടും.
തീർച്ചയായിട്ടും NDPS ആക്ട് പ്രകാരം ഇപ്പോൾ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു ശൃംഖല. ചിലപ്പോൾ ഇപ്പോൾ പിടിക്കപ്പെടുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിന് മുൻപേ ഇതുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഈ വ്യാപകമായി ഇങ്ങനെ ആളുകൾ പിടിക്കപ്പെടുന്ന നമുക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളെപ്പോലുള്ളവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ കേസ് പറഞ്ഞു, നമ്മൾ വീട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സേഫായി കരുതുന്ന ഒരു ഇടമാണ് വിദ്യാലയം. വിദ്യാലയത്തിൽ കുട്ടികൾ സേഫ് അല്ല എന്ന് പറയുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ആശ്വാസകരമായൊരു വാർത്തയല്ല. നമ്മുടെ കുട്ടികൾ സേഫ് അല്ലാത്തൊരിടം, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അത് ഇത്തരത്തിലുള്ള ആളുകളാണ് എന്നറിയുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വീട്ടിനെക്കാട്ടിൽ കൂടുതൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് സ്കൂളിലായിരിക്കും ഒരു പക്ഷേ വിദ്യാർത്ഥികൾ. അവരുടെ സെക്കൻഡ് ഹോമാണ്. നമുക്കറിയാം അമ്മമാരൊക്കെ നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാരൊക്കെ ചോറ് നമ്മുടെ വായിലേക്ക് വാരി ഉരുട്ടി ചോറ് വാരി തന്ന പോലെ പല അധ്യാപകരും അത്തരത്തിലൊക്കെ ഫീഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അധ്യാപകരെ നോക്കിക്കാണുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ മനസ്സമാധാനത്തോടെ മാതാപിതാക്കൾ വീട്ടിലിരിക്കും എന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പെടുന്നു. ആൺകുട്ടികളെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശങ്കയാണ്. ആൺകുട്ടികൾ ഉള്ള അമ്മമാർക്കൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അവർ വഴിതെറ്റി പോകുമോ, എപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് നോക്കി കാണുന്ന അമ്മമാരാണ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആശങ്കപ്പെടുമ്പോൾ ഈ അധ്യാപികമാർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെയല്ല, ഇതാണ് നേർവഴി എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവർ ഇതിൻ്റെ ഭാഗമാണെന്ന് അറിയുമ്പോൾ അത് വല്ലാത്തോളം ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ എല്ലാ രക്ഷിതാക്കളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് കുട്ടികൾ അതിപ്പോൾ നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാഗ് പരിശോധിച്ച് മാത്രമേ വീട്ടിലോട്ട് കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല ഈ വർദ്ധിച്ചു വരുന്ന ഈ മൊബൈൽ ഫോൺ ഉപയോഗം വല്ലാത്തൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ അധ്യാപികമാരുടെ കേസ് തന്നെ എടുക്കാം, ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. പല മാതാപിതാക്കളും കുട്ടികൾക്ക് ഒരു നിയന്ത്രണമില്ലാതെ ഫോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ എവിടെയാണ് ചെന്ന് വീഴുന്നത് എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഒരു വലിയ അപകടത്തിൽ അങ്ങ് അറ്റം എത്തുമ്പോഴായിരിക്കും നമ്മളിത് അറിയുന്നത്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തുടക്കം മുതലേ നമ്മൾ വയ്ക്കണം. അത്തരം കാര്യങ്ങളിൽ ചെറുതാണെന്ന് കരുതി തള്ളിക്കളയരുത്. കുഞ്ഞിലേ തന്നെ നമ്മൾ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നുള്ളതാണ്. അതിൻ്റെ തോത് വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ. പുരുഷന്മാർക്കാളും ശരീരഘടനയിൽ സ്ത്രീകൾക്ക് ഇത്തരം മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ അല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. കാരണം അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ അപകടകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മയക്കുമരുന്നൊക്കെ നൽകി ഇവരെ ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ എത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് അത്തരത്തിലുള്ള കേസുകളും വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ്. ഈ രാമ രാമ ജയ സീതാരാമ. ഭരതപ്രതിഷ്ഠയാൽ ധന്യമായ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം. ഉപദേവതയില്ലാത്ത, ദീപാരാധനയില്ലാത്ത വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെ പോലെ അപൂർണമായ ക്ഷേത്രം. നാലമ്പല ദർശന ക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. നാലമ്പല ദർശനത്തിൽ തൃപ്രയാറിൽ നിന്നും ഭക്തരെത്തേണ്ടത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്. ഭരതനാണ് വിഗ്രഹം, ഉപദേവതമാരില്ല. 3 കൈകളിൽ കോദണ്ഡം, ചക്രം, ശംഖ് എന്നിവയും അഭയമുദ്രയോടുകൂടിയതുമായ പ്രതിഷ്ഠ. ഇരുനില വട്ടശ്രീകോവിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. പ്രതിഷ്ഠ ഭരതന്റേതാണെങ്കിലും പൂജകൾ മഹാവിഷ്ണുവിനാണ്. വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പരിരക്ഷിക്കാൻ കായംകുളം രാജധാനിയിൽ നിന്നും കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്ത് വെച്ചപ്പോൾ അത് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നുവെന്നാണ് ഐതിഹ്യം. അന്നു മുതലാണ് കൂടൽമാണിക്യ ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നതത്രേ. പൂജകൾക്ക് ചന്ദനത്തിരിയും കർപ്പൂരവും ഉപയോഗിക്കില്ല. ഉപദേവതയില്ല, ദീപാരാധനയില്ല. വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെപ്പോലെ അപൂർണം. ഇങ്ങനെ സംഗമേശന ചിട്ടവട്ടങ്ങളിൽ പോലും പ്രത്യേകതകൾ ഒട്ടനവധി. ക്ഷേത്രത്തിൽ ഒരുപാട് വഴിപാടുകളുണ്ട്. പ്രധാന വഴിപാടാണ് താമരമാല. ആ താമരമാല വഴിപാടുകൾ ചേരുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്രധാന വഴിപാടാണ്
വഴുതനങ്ങ നിവേദ്യം. വേറെ ഒരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വഴുതനങ്ങ നിവേദ്യം. ഉദരസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുന്നതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. പിന്നെ നിരവധി പറകളുണ്ട്. പൂപ്പറ, അരിപ്പറ, നെൽപ്പറ, അതുപോലെ തന്നെ നാണയപ്പറ, അങ്ങനെ നിരവധി പറകളുണ്ട്. പിന്നെ ശംഖ് എടുത്തു വയ്ക്കുന്ന വഴിപാടുകളുണ്ട്. അങ്ങനെ നിരവധി വഴിപാടുകളായിട്ട് ബന്ധപ്പെട്ട് ഭക്തജനങ്ങളെ വളരെയധികം സൗകര്യപ്രദമായ രീതിയിൽ വന്നു പോകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 6 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽമാണിക്യം. പുറപ്പെടാശാന്തിയാണ് ഇവിടെയുള്ളത്. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടലുമൊക്കെ ഇവിടെ പ്രധാന ചടങ്ങുകളാണ്. താമരപ്പൂമാല ഭഗവാന് കൂടുതൽ പ്രിയമാണ്. താമരമാല ചാർത്തി പ്രാർത്ഥിച്ച സകല വിഘ്നങ്ങളും മറികടക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ലെങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. താമരയും തെച്ചിയും തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ. തിടപ്പള്ളിയിൽ അവിലും പൂവൻ പഴവും നേദ്യമുണ്ട്. ദുർഗയ്ക്കും ഭദ്രകാളിക്കും ഉത്സവകാലത്തു മാത്രമാണ് നേദ്യമുള്ളത്. 14 വർഷം വനവാസത്തിന് പോയ ശ്രീരാമൻ്റെ പാദകം വെച്ച് പൂജിക്കുന്ന ഭരതസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരേ ദിവസം കർക്കിടക മാസത്തിൽ പണ്ട് അറുതിയും അറുതിയൊക്കെ ഉണ്ടായിരുന്ന മാസത്തിൽ മലയാളി വളരെ സ്നേഹാദരപൂർവ്വം ഇട്ടൊരു പേരാണ് രാമായണ മാസം എന്നുള്ളത്. ഈ കർക്കിടക മാസത്തിൽ 4 സഹോദരന്മാരെയും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തൊഴുക എന്ന ആ വലിയ ഒരു പുണ്യകർമ്മം നടത്തുന്നത് കർക്കിടക മാസത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വഴിപാടായിട്ട് ആണ് ഭക്തരെ കണക്കാക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ കുളം കുലീബിനി തീർത്ഥമെന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ആവശ്യത്തിന് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുകയുള്ളൂ. ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കൊല്ലത്ത് 2 ഇടങ്ങളിൽ വള്ളം മറിഞ്ഞ് 8 പേരെ കാണാതായി. നീണ്ടകരയിലും തങ്കശ്ശേരിയിലുമാണ് വള്ളം മറിഞ്ഞത്. ഇന്നലെ വള്ളം മുങ്ങി ഒരാൾ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തു. കൊല്ലത്ത് കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയാണ് തുടരുന്നത്. തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ കുളത്തൂപ്പുഴ 30 അടി പാലത്തിൽ വെള്ളം കയറി. മലയോര ഹൈവേയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. ഇവരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. കോഴിക്കോട് മാവൂർ റോഡിൽ യുവാവിനെ കുത്തിക്കൊന്നു. നടുവട്ടം സ്വദേശി ആദിലാണ് മരിച്ചത്. വാക്കുതർക്കത്തിന് പിന്നാലെയാണ് ആദിലിന് കുത്തേൽക്കുന്നത്. യുവാവിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുൽത്താൻ എന്നയാളാണ് ആദിലിനെ കുത്തിയത് എന്നാണ് വിവരം. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12ാമത് എഡിഷന് ആവേശോജ്വലമായ തുടക്കം. കുത്തിയൊഴുകുന്ന ചാലിപ്പുഴയെ കീറിമുറിച്ച് മത്സരാർത്ഥികൾ മുന്നേറിയ കാഴ്ചകൾ കരയിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് കാണികൾക്ക് വേറിട്ടൊരു ആവേശാനുഭവമായി മാറി. ബിഗിനേഴ്സിനായുള്ള അമേച്ചർ വിഭാഗം പുരുഷ വനിതാ എക്സ്ട്രീം സ്ലാം മത്സരങ്ങളോടെയാണ് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12ാമത് എഡിഷന് തുടക്കമായത്. ചാലിപ്പുഴയിലെ ഓളങ്ങളിലൂടെ തുഴച്ചിൽ മികവ് പുറത്തെടുത്ത് മുന്നേറുന്ന മത്സരാർത്ഥികളെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പുലിക്കയത്ത് തടിച്ചുകൂടിയത്. തിരുവമ്പാടി MLA CK കാസിം ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഈ പ്രാവശ്യത്തെ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഗ്രേഡിംഗ് കൂടി നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഗെയിമിൽ പങ്കെടുക്കേണ്ട ഇന്ത്യൻ ടീമുകളുടെ ഗ്രേഡിംഗ് കൂടി നടക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടിയാണ് കയാക്കേഴ്സും ക്ലബ്ബുകളൊക്കെ ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമേറിയ ജനങ്ങൾക്ക് ആസ്വാദ്യമായ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഏടുകളിൽ വലിയ സ്വർണ്ണലിപിയെ രേഖപ്പെടുത്തുന്ന ഒരു മേളയായി ഈ വർഷത്തെ മേള മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരം ജിയോവാനി ജിയോർഗിയാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇന്ത്യൻ താരങ്ങളായ നചികേത ഗുപ്ത, നവീൻ യാദവ് എന്നിവർ 2, 3 സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ കർണാടക സ്വദേശി S മസ്കാൻ 1ാം സ്ഥാനവും എറണാകുളം സ്വദേശിയായ 13-കാരി ഡോണ മാർസല 2ാം സ്ഥാനവും നേടി. ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായ എറണാകുളം സ്വദേശി റയാന്റെ പ്രകടനത്തെ കാണികൾ കയ്യൊടികളോടെയും ആർപ്പുവിളികളോടെയുമാണ് വരവേറ്റത്. അമൃത ന്യൂസ്, കോഴിക്കോട്.
കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് ഇരട്ട നേട്ടം. നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. സീസണിലെ ഏറ്റവും മികച്ച ദൂരമായ 85.83 മീറ്റർ പ്രകടനം കാഴ്ചവെച്ച് നീരജ് ആദ്യം മുന്നിലെത്തിയെങ്കിലും സ്വർണം നേടാനായില്ല. കരിയറിലെ ഏറ്റവും മികച്ച ദൂരമായ 85.41 മീറ്റർ എറിഞ്ഞാണ് യശ്വീർ 3-ാം സ്ഥാനം ഉറപ്പിച്ചത്. ഫൈനലിൽ പങ്കെടുത്ത മറ്റൊരു ഇന്ത്യൻ താരം രോഹിത് യാദവ് 7-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പുരുഷന്മാരുടെ ഡെക്കാത്തലോണിൽ തേജസ്വിൻ ശങ്കർ വെങ്കലം നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. 5 സ്വർണം, 12 വെള്ളി, 6 വെങ്കലം എന്നിവയടക്കം 23 മെഡലുകളാണ് ഇന്ത്യക്ക് ഇപ്പോഴുള്ളത്. അത്ലറ്റിക്സ്, ബോക്സിംഗ് തുടങ്ങിയ ഇനങ്ങളിലടക്കം ഇന്ത്യ ഇന്ന് മെഡൽ പ്രതീക്ഷയോടെ ഇറങ്ങുകയാണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.